വാഹനങ്ങൾ ആക്സിഡന്റ് ആവുകയും പരിക്ക് പറ്റുകയും അക്കാരണത്താൽ മരിച്ചു പോവുകയും ചെയ്യുന്ന മനുഷ്യ ജീവിതത്തിന്റെ കഥ. അങ്ങനെ ഒരു കൊച്ചു കഥയാണ് ഞാനിവിടെ മോണ ആക്ടിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത്. മീനുട്ടി മീനുട്ടി നീ എവിടെ പോയിരിക്കാ കുട്ടി? ശാന്തച്ചി മീനുട്ടി ഉണ്ടോ അവിടെ? നീ വിഷമിക്കണ്ട രേണു, അവളിവിടെ അമ്മൂടെ കൂടെ കളിച്ചോണ്ടിരിക്ക. രേണു നീ കുളിമുറിയിൽ തെന്നി വീണെന്ന് മീനൂട്ടി പറഞ്ഞല്ലോ, കാലിനിപ്പ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിലെല്ലാം പോയിരുന്നു ശാന്തിച്ചി, നല്ല നീരുണ്ട്. അധികം ദൂരം നടക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മോളെ മീനൂട്ടി ഒന്ന് വേഗം വാട്ടോ. അമ്മേ ഞാൻ ഇപ്പം വരാം. ചേച്ചി കളിക്കുന്നത് കണ്ടപ്പോ ഞാൻ ഓടി വന്നതാ. മീനൂട്ടി മീനൂട്ടി. അമ്മേ ദേ അച്ഛൻ വന്നു. അച്ഛൻ ഇന്ന് നേരത്തെയാ? ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. അമ്മക്ക് വയ്യാത്തതല്ലേ, നീ അമ്മയെ സഹായിച്ചോ മീനൂട്ടി? ഞാനിന്ന് അടിച്ചു വാരാനും പാത്രം കഴുകാനും ഒക്കെ സഹായിച്ചു. ഞാനിനി വലുതാകുമ്പോ ഡോക്ടറായി എല്ലാവരെയും സഹായിക്കും. അച്ഛന്റെ പൊന്നുമോൾ തന്നെ. ബാലേട്ടാ, നാളെ മോളെ സ്കൂളിലേക്ക് അയക്കുന്ന കാര്യം ഓർത്തിട്ട് എനിക്കൊരു പേടിയാവില്ല. ഈ കാലം വെച്ചിട്ട് ഞാൻ എങ്ങനെയാ എന്റെ കുട്ടിയെ സ്കൂളിലേക്ക് വിടണേ? നാട്ടിലെങ്ങും തെരുവ് നായ്ക്കളുടെ ആക്രമണ. ഞാൻ എങ്ങനെയാ എന്റെ കുട്ടിയെ സ്കൂളിലേക്ക് വിടുക? നീ വിഷമിക്കണ്ട രേണു, അവൾ അമ്മുക്കുട്ടില്ലേ അവൾക്ക് കൂട്ടിന്, അവൾ നോക്കിക്കോളും നമ്മുടെ മോളെ. നീ വിഷമിക്കണ്ട കേട്ടോ. അമ്മേ അമ്മു ചേച്ചി വന്നു. നമ്മൾ ഇപ്പം വരാട്ടോ സ്കൂളിൽ പോയിട്ട്. ശരി മക്കളെ. മോളെ അമ്മുക്കുട്ടി ശ്രദ്ധിച്ച് പോണേ മോളെ. അമ്മു ചേച്ചി റോഡില് തെരുവ് പട്ടികളുടെ കുര കേൾക്കുന്നു. എനിക്ക് പേടിയാവുന്നു അമ്മു ചേച്ചി. പേടിക്കണ്ട മീനുട്ടി, അമ്മുക്കുട്ടില്ലേ കൂട്ടിന്. പട്ടികൾ ഓടി വന്ന നമുക്ക് ഏതെങ്കിലും വീട്ടിൽ കയറി വിളിക്കും കേട്ടോ. മോളെ മീനുട്ടി നീ പറഞ്ഞ ശരിയാ മോളെ. പട്ടികള് നമ്മളെ നേരത്തെ ഓടി വരണ്ടേ? മോളെ ഓടിക്ക മോളെ. അയ്യോ ഞാൻ വീണേ. അച്ഛാ അമ്മേ എന്റെ കാല്. അയ്യോ എന്നെ കടിക്കല്ലേ. അച്ഛാ അമ്മേ എന്റെ കാല്. അയ്യോ എന്നെ കടിക്കല്ലേ. മോളെ മീനുട്ടി എഴുന്നേൽക്ക് മോളെ. ആരെങ്കിലും എന്റെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണേ. ഡോക്ടറെ എന്റെ മോൾക്ക് എന്താ പറ്റിയത് ഡോക്ടറെ? തെരുവ് നായ്ക്കൾ എന്റെ മോളെ വലിച്ചു കീറല്ലേ ഈശ്വര. ഡോക്ടറെ എന്റെ മോൾക്ക് ഇഞ്ചക്ഷൻ എടുത്തോ എന്റെ ഡോക്ടറെ? തെരുവ് നായ്ക്കൾ എന്റെ മോളെ കാണിച്ചു കീറല്ലേ ഈശ്വര. നിങ്ങൾ വിഷമിക്കാതിരി. കുട്ടിയെ വന്നപ്പോൾ തന്നെ ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. മുഖത്തിനാണ് ഏറ്റവും കൂടുതൽ കടിയേറ്റിരിക്കുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ. മോളെ മീനൂട്ടി എന്തെങ്കിലും ഒന്ന് കഴിക്കും മോളെ. അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട പാൽ കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ മോൾക്ക് പനിയുള്ളതല്ലേ, എന്തെങ്കിലും ഒന്ന് കഴിക്കും മോളെ. അമ്മ എനിക്കൊന്നും വേണ്ട അമ്മ. കഞ്ഞി പോയിട്ട് കുടിനീര് പോലും എനിക്ക് ഇറക്കാൻ പറ്റുന്നില്ല. വെള്ളം കാണുമ്പോ എനിക്ക് പേടിയാവുന്നുണ്ടമ്മേ. ഞാൻ മരിച്ചമ്മേ. അങ്ങനെയൊന്നും പറയല്ലേ, എന്റെ മോൾക്കൊന്നും സമ്മതിക്കൂല കേട്ടോ. കുട്ടിയെ നമ്മൾ വേറെ റൂമിലേക്ക് മാറ്റുന്നുണ്ട്. മോൾക്ക് നല്ല പനിയും വയ്യായികയും ഉണ്ട്. നിങ്ങൾ നല്ലോണം ദൈവത്തോട് പ്രവർത്തിച്ചോളൂ. അവൾ നമ്മളെ വിട്ടു പോയി. അവൾ നമ്മളെ വിട്ടു പോയി. ഇല്ല, ഞാനിത് സഹിക്കില്ല. എനിക്കിത് സഹിക്കാൻ കഴിയില്ല. 15 വർഷത്തിന് ശേഷം കിട്ടിയ നിധിയാണ് അവൾ. നമ്മുടെ ഏക പ്രതീക്ഷ അവളായിരുന്നില്ലേ ബാലേട്ട? എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു, എല്ലാം തകർന്നില്ലേ മീനുട്ടി?
ഡോക്ടറെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലും ഞങ്ങളുടെ മോൾ എന്താ ഞങ്ങൾക്ക് നഷ്ടമായത് ഡോക്ടറെ. പേറിയ നായുടെ വിഷം തലക്ക് മുകളിലേറ്റാൽ പെട്ടെന്ന് തന്നെ വൈറസുകൾ തലച്ചോറിലെത്തും. ഇഞ്ചക്ഷൻ എടുത്താൽ പോലും ചിലപ്പോൾ നമ്മൾ നിസ്സഹായരാകും. ഒരിറ്റു വെള്ളം പോലും കിട്ടാതെ ദയനീയമായാണ് എന്റെ മോള് മരിച്ചത്. ഒരച്ഛനമ്മക്കും ഈ ഒരു ഗതി ഉണ്ടാവരുത്. അതെ, സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഒന്നാണ്. ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ അധികാരികൾ തുറന്നേ മതിയാകൂ. അഥവാ നടപടി എടുത്താൽ തന്നെ അതിനെതിരെ പ്രതിഷേധവുമായി എത്തുന്ന പ്രിയപ്പെട്ട മൃഗസ്നേഹികളോട് ഒരു ചോദ്യം. കുടുംബത്തിന്റെ അത്താണിയാവാൻ നാളത്തെ